നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇടത് സഹയാത്രികയും സാമൂഹിക പ്രവർത്തകയും അക്കാദമിക് പ്രവർത്തകയുമായ ദീപ നിശാന്ത് ഇത്തവണ കോപ്പി അടിച്ചത് RSS ഗണഗീതം. UK ടൈൽഗേറ്റ് പാർക്കിലെ ചിത്രങ്ങൾ പങ്കുവച്ചതിനോടൊപ്പമുള്ള കുറിപ്പായിട്ടാണ് RSS ഗണഗീതം പങ്കുവച്ചത്. ഇത് ചൂണ്ടിക്കാട്ടി നിരവധി പേരാണ് പോസ്റ്റിന് താഴെ എത്തിയത്. BJP നേതാവ് സന്ദീപ് ജി വാര്യർ ഗണഗീതത്തിന്റെ മുഴുവൻ വരികളും പങ്കുവച്ചപ്പോൾ ദീപ നൽകിയ മറുപടി ഇങ്ങനെ: ഹോ, അറിയാതിരിക്കുമായിരുന്നു സന്ദീപ് ജി, ഇട്ടപ്പോൾ നമ്മൾ ഒന്നിച്ച് പാടിയ ആ പഴയ ശാഖാകാലം ഓർത്തുപോയി. പോസ്റ്റിൽ നല്ല ഉരുളനാണല്ലോ ടീച്ചർ. ഇത്ര നന്നായി ഉരുളുമെങ്കിൽ തൃശൂർ ജില്ലയിലെ റോഡ് റോളറുകൾ ആലപ്പുഴ ജില്ലയിലേക്ക് മാറ്റാമായിരുന്നു. ഗാനാഞ്ജലി പുസ്തകത്തിന്റെ പേജുമായി സംഘികൾ എത്തും വരെ മാത്രം മോഷണം മുതൽ വാളിൽ തുടരും. ടീച്ചർ ധൈര്യമായി കോപ്പി അടിച്ചോളൂ. പുറമെ സഖാത്തിയാണെങ്കിലും മനസ്സിൽ നന്മയുള്ളത് നല്ലതല്ലേ എന്നിങ്ങനെ ഈ പോസ്റ്റിന് ധാരാളം ട്രോളുകൾക്കും ഇടയാക്കി. ഇതോടെ RSS പ്രവർത്തനം ശരിയായ ദിശയിലാണെന്ന് സംശയമില്ല എന്ന പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സന്ദീപ് ജി വാര്യർ. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: സംഗീതം, സാഹിത്യം, സിനിമ ഇതൊക്കെ സോഫ്റ്റ് പവേഴ്സ് ആണ്. ഒരു സമൂഹത്തിന്റെ മനസ്സിനെ ആകെ സ്വാധീനിക്കാൻ സംഗീതത്തിനും സാഹിത്യത്തിനും സിനിമയ്ക്കും സാധിക്കും. ദീപ നിശാന്ത് ജി ഇംഗ്ലണ്ടിൽ പോയി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ അടിക്കുറിപ്പായി ഇടാൻ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് ഏതെങ്കിലും കമ്മി സാഹിത്യമല്ല, RSSന്റെ ഗണഗീതമാണ്. മലയാളി മനസ്സിലേക്ക് RSS സോഫ്റ്റ് പവർ ഉപയോഗിച്ച് എപ്രകാരം കടന്നുകയറ്റം നടത്തി എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവ വികാസമാണിത്. സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനം ശരിയായ ദിശയിലാണ്, സംശയമില്ല. ദീപ നിശാന്ത് കോപ്പിയടി വിവാദത്തിൽ ഉൾപ്പെടുന്നത് കലേഷിന്റെ കവിതയുടെ പേരിലായിരുന്നു. കലേഷിന്റെ അങ്ങനെയിരിക്കെ മരിച്ചുപോയി ഞാൻ എന്ന കവിത അദ്ദേഹം തന്റെ ബ്ലോഗിൽ എഴുതി പോസ്റ്റ് ചെയ്തിരുന്നു. ഇത് പിന്നീട് മാധ്യമ മാസികയിലും പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ മാഗസിനിൽ ഇതേ കവിത അങ്ങനെയിരിക്കെ എന്ന പേരിൽ ദീപ നിശാന്തിന്റെ പേരും ചിത്രവും സഹിതം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് വിവാദമുണ്ടായത്. തനിക്കെതിരെ ഉയർന്ന കോപ്പിയടി ആരോപണം നിഷേധിച്ചുകൊണ്ടായിരുന്നു ദീപ നിശാന്തിന്റെ ആദ്യ പ്രതികരണം. കിട്ടിയ സന്ദർഭം മുതലാക്കി മുൻപ് മുതലേ എന്റെ നിലപാടുകളിൽ അമർഷമുള്ളവരും ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ഒരു സർവീസ് മാസികയുടെ താളിൽ ഒരു കവിത മോഷ്ടിച്ചു നൽകി എഴുത്തുകാരിയാകാൻ മോഹിക്കുന്ന ഒരാളല്ല ഞാനെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കുക, ദീപ നിശാന്ത് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. പക്ഷെ പിന്നീട് നിലപാട് മാറ്റി കലേഷിനോട് ക്ഷമ ചോദിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വിവാദത്തിന് കാരണം മൂന്നാമതൊരാളായിരുന്ന എന്ന സൂചനയും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.